നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി മാർച്ച് 2025 പരീക്ഷയ്ക്കുള്ള ഫണ്ട് സ്കൂളുകൾക്ക് അനുവദിച്ചു വന്നിട്ടുണ്ട്. സ്കൂൾ ലോഗിനിൽ നമുക്ക് ഇവിടെ ഒരു എക്സാം അലോട്ട്മെന്റ് എന്നൊരു മെനു കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് നടപടിക്രമം ഇതിൽ കൊടുത്തിട്ടുണ്ട്, സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ വിജ്ഞാപനം അനുസരിച്ച് 2025 മാർച്ചിലെ 1-2 വർഷ പരീക്ഷകൾക്ക് അലോട്ട്മെന്റ്, അതായത് 6/3/25 മുതൽ 29/3/25 വരെയും ഈ 1-ാം വർഷം 2-ാം വർഷ പരീക്ഷയുടെ അലോട്ട്മെന്റ് നമുക്ക് തൃശ്ശൂർ ജില്ലയ്ക്കുള്ള അലോട്ട്മെന്റ് ആണ് ഇവിടെ ജസ്റ്റ് കാണിച്ചിരിക്കുന്നത്. ബിംസ് വഴി കൈമാറുന്നു എന്ന് പറയുന്നുണ്ട്. ബിംസിലേക്കാണ് കൈമാറുന്നത്. ബിംസിലേക്ക് എല്ലാവർക്കും അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. ഇതിന്റെ അവസാനം ഇതിന് എങ്ങനെയാണ് അലോട്ട്മെന്റ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. പ്രിൻസിപ്പൽമാർ ചീഫ് സൂപ്രണ്ട് തങ്ങൾക്ക് അനുവദിച്ച തുക മുൻകൂട്ടി എടുക്കേണ്ടതാണ്, അതായത് അഡ്വാൻസ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മാർച്ചിലെ പരീക്ഷ 29-ാം തീയതി കഴിയും. 29-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബില്ലും വെച്ച് സെറ്റിൽമെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ഡേറ്റിൽ. അതുകൊണ്ട് ഇത് അഡ്വാൻസ് ആയി സമർപ്പിക്കേണ്ടതാണ്. അതിനുശേഷം ഫോറം 59C കണ്ടിജന്റ് ബില്ലിനൊപ്പം വൗച്ചറെല്ലാം ട്രഷറിയിൽ ക്രമപ്പെടുത്തുകയും വേണം. അഡ്വാൻസ് എടുക്കണം, അഡ്വാൻസ് ക്രമപ്പെടുത്തുകയും വേണം. 90 ദിവസത്തിനുള്ളിൽ അഡ്വാൻസ് ക്രമപ്പെടുത്തുകയും വേണം. യഥാർത്ഥ ചെലവ് കൂടുന്ന പക്ഷം അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പരീക്ഷ വിഭാഗത്തിലേക്ക് ബാലൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ആവശ്യപ്പെടാവുന്നതാണ്. പ്രാക്ടിക്കലിനും തിയറിക്കും എല്ലാം ഈ തുക എടുക്കാം. iExam സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് CSV ഫയല് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാം. iExam സോഫ്റ്റ്വെയറാണ് ഇതിന്റെ എല്ലാ ചെലവുകളും കണക്കാക്കേണ്ടത്. കുട്ടികളുടെ എണ്ണം അടിസ്ഥാനമാക്കിയിട്ടാണ് തുക നൽകുന്നത്. അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ iExam തന്നെ ഉപയോഗിക്കണം. iExam വഴി ജനറേറ്റ് ചെയ്ത ബില്ലുകൾക്ക് മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. പ്രധാന കേന്ദ്ര ചീഫ് സൂപ്രണ്ടാണ് കണക്ക് തീർക്കുന്നത്. 3 മാസത്തിനകം തീർപ്പാക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പല പ്രിൻസിപ്പൽമാരും അഡ്വാൻസ് എടുക്കുമ്പോൾ അത് 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കിയില്ലെങ്കിൽ പിന്നീട് ട്രഷറി ഓഡിറ്റ് വരുന്ന സമയത്ത് 18% പിഴപ്പലിശ അടക്കം സെറ്റിൽ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഏറ്റവും ശ്രദ്ധിക്കുക. 3 മാസം പരീക്ഷ കഴിഞ്ഞ് നമുക്ക് 29 മാർച്ചിന് പരീക്ഷ കഴിയും. അത് കഴിഞ്ഞ് ഏപ്രിൽ തുടക്കം തന്നെ എല്ലാ ബില്ലുകളും വൗച്ചറുകളും എത്രയും പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. ചില പ്രിൻസിപ്പൽ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസമൊക്കെ അങ്ങനത്തെ റിട്ടയർമെന്റ് ആ ഡേറ്റുകൾ വരുമ്പോൾ അവരത് തീർപ്പാക്കാതെ പോയാൽ പിന്നീട് വരുന്ന ട്രഷറി ഓഡിറ്റിലാണ് ഇത് പിടിക്കപ്പെടുക. അഡ്വാൻസ് സെറ്റിൽ ചെയ്യാത്തത് ട്രഷറിയിൽ കൃത്യമായിട്ട് ഓഡിറ്റിൽ പിടിക്കപ്പെടും. ആ സമയം നമുക്ക് ഫൈൻ അടക്കം ഇത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അഡ്വാൻസ് ആയിട്ട് എല്ലാവരും നിർബന്ധമായും ഈ അലോട്ട് ചെയ്ത തുക നിർബന്ധമായും എടുക്കേണ്ടതാണ്. അത് നമുക്ക് STSB അക്കൗണ്ടിലേക്കാണ് സാധാരണ ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കുക. അപ്പോൾ STSB അക്കൗണ്ടിലോട്ട് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യണം, മുൻകൂട്ടി എടുക്കണം. അതിൽ യാതൊരു സംശയവുമില്ല, ഈ തുക മുൻകൂട്ടി എടുക്കണം. അത് സെറ്റിൽമെന്റ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് ബില്ലിൽ ബിംസിൽ എങ്ങനെയാണ് നമുക്കിത് എടുക്കുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം ബിംസിൽ ഇത് ലോഗിൻ ചെയ്യേണ്ടത് ക്ലർക്ക് ലോഗിനിലാണ് ചെയ്യേണ്ടത്. ബിംസിൽ ക്ലർക്ക് ലോഗിൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ബിംസ് 2.0 ആണ് മുൻപ് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ 2.0 വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അഡ്വാൻസ് തുക നമുക്ക് വന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടി ഒരു ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ബില്ലിലെ ന്യൂ ബിൽ, ബിംസ് 2.0 ന്യൂ ബില്ലാണ് എടുക്കേണ്ടത്. ന്യൂ ബിൽ എടുക്കുമ്പോൾ നമുക്കത് ഇങ്ങനെ ഒരു മെനു വരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ നമുക്ക് കണ്ടിജന്റ് പേയ്മെന്റ് ആണ്. നമുക്ക് കുറേ ഇതിൽ കാണും, നമുക്കിത് കണ്ടിജന്റ് പേയ്മെന്റ് ആണ്. അത് ക്ലിക്ക് ചെയ്യുക. കണ്ടിജന്റ് പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് വരും. ഡീറ്റെയിൽ ഹെഡ്, അതർ ഐറ്റം, ഡയറക്ടർ ട്രഷറി, ഹെഡ് ഓഫ് അക്കൗണ്ട്. നമ്മൾ അതർ ഐറ്റം സെലക്ട് ചെയ്ത് നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ആ അലോട്ട്മെന്റിൽ അനുവദിച്ച അതേ ഹെഡ് ഓഫ് അക്കൗണ്ട് തന്നെയാണ് ഇവിടെ വരിക. നമുക്കിവിടെ കൃത്യമായിട്ട് ഇവിടെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9434 OC3 മറ്റിനങ്ങൾ നോൺ പ്ലാൻ. അപ്പോൾ നമുക്ക് അതേ നോൺ പ്ലാൻ ഇതെല്ലാം കൃത്യമായിട്ട് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് വന്നു, അത് ഉറപ്പ് വരുത്തുക. 34 OC NB വന്നു, കൃത്യമായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ഓഫ് ബിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് അഡ്വാൻസ് ആണ്, സെറ്റിൽമെന്റ് അല്ല. അപ്പോൾ അഡ്വാൻസ് ആയി ഇവിടെ കൃത്യമായിട്ട് ഇവിടെ മാറ്റിയിടണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അഡ്വാൻസ് ബില്ല് 3 ബില്ല് സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ, ബാലൻസ് ആയിട്ട് 3 ബില്ല് സെറ്റിൽമെന്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്വാൻസ് എടുക്കാൻ സാധിക്കാറില്ല. ഇപ്പോൾ അങ്ങനെ അഡ്വാൻസ് അധികം വരാത്തത് കൊണ്ട് അങ്ങനെ പ്രശ്നം വരാറില്ല. അപ്പോൾ അഡ്വാൻസ് കൊടുക്കുക.
അഡ്വാൻസ് സേവ് ചെയ്യാം. സേവ് ചെയ്യുമെന്ന് ചോദിക്കും. യെസ് സേവ് ചെയ്യാം. ഓക്കെ, എൻ്റെ റെഫറൻസ് നമ്പർ വന്നു, നമ്മൾ ബില്ല് സേവ് ചെയ്തു. ഇനി ക്ലെയിം. നമുക്കിപ്പോൾ പരീക്ഷയുടെ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പരീക്ഷയ്ക്ക് വേണ്ടി ആ ഒരു 3/3 മുതൽ 29/3 വരെ നമുക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ 3/3 മുതൽ ഈ ഡേറ്റ് കൊടുത്താൽ മതി. പരീക്ഷയ്ക്കുള്ള ഒരു ഡേറ്റ് മാത്രം കൊടുത്താൽ മതി. ഡിസ്ക്രിപ്ഷൻ HSC മാർച്ച്. എക്സാം അഡ്വാൻസ് കൊടുത്താൽ മതി. സാങ്ഷൻ ഓർഡർ. നമുക്ക് ഈ ഒരു ഉത്തരവിൽ ഒരു ഉത്തരവ് നമ്പർ ഉണ്ട്, സാങ്ഷൻ ഓർഡർ ഉണ്ടാവും. ഈ ഒരു ഉത്തരവ് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇവിടെ കൊടുക്കണം. ഇത് മലയാളത്തിലാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ ഉത്തരവ് നമ്പർ. നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സാങ്ഷൻ ഓർഡർ EX3 ബാർ ACCTS ഇവിടെ ഓർഡർ നമ്പർ കൊടുത്തു. ഇവിടെ ഓർഡർ ഡേറ്റ്, എമൗണ്ട്. നമുക്ക് ഓരോ സ്കൂളിന് അനുവദിച്ച് എമൗണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിന് അനുവദിച്ച് എത്ര എമൗണ്ട് എന്ന് നമുക്ക് ഇതിൽ നോക്കുക. ആ എമൗണ്ട് ഇവിടെ കൊടുക്കുക. നമ്മൾ അലോട്ട്മെന്റ് എമൗണ്ട് മാത്രമേ ഇവിടെ സേവ് ആവുള്ളൂ. അഡ്വാൻസ് ആയതുകൊണ്ട് നമുക്ക് സെയിം ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. ഇന്നത്തെ ഡേറ്റ് കൊടുത്താൽ മതി. പരീക്ഷയുടെ ഡേറ്റ് കൊടുക്കാൻ പറ്റില്ല. സെറ്റിൽമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഡേറ്റ് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഇന്ന് ബില്ല് എടുക്കുന്ന ഡേറ്റ് ആണെങ്കിൽ 26/2/2025 കൊടുക്കുക. ക്ലെയിം ഡേറ്റ് 26/2/2025. സെറ്റിൽമെന്റ് ബില്ല് ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലെയിം ഫ്രം ക്ലെയിം ടു കൊടുക്കാൻ പറ്റുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഡേറ്റ് നമ്മൾ എന്നാണ് ബില്ല് എടുക്കുന്നത് ആ ഡേറ്റ് കൊടുത്താൽ മതി. ഫ്യൂച്ചർ ഡേറ്റ് സേവ് ചെയ്യില്ല. അപ്പോൾ അത് സേവായി. ഡിഡക്ഷൻ ഡീറ്റെയിൽസ് നമുക്കില്ല, നമ്മളത് സ്കിപ്പ് ചെയ്യാം. ഇവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, നമ്മൾ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നമ്മൾ പ്രിൻസിപ്പാളിന്റെ STSB അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. പ്രിൻസിപ്പാൾക്ക് മൊബൈൽ നമ്പർ, പ്രിൻസിപ്പാളിന്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത് STSB ആണ്. 14 STSB ആണ് കൊടുക്കേണ്ടത്. STSB കൊണ്ട് കൊടുത്തു. അക്കൗണ്ട് നമ്പർ കൊടുക്കണം. നമ്മുടെ STSB അക്കൗണ്ട് നമ്പർ നമ്മളിവിടെ കൃത്യമായിട്ട് STSB അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുക്കുക. പർപ്പസ് HSC മാർച്ച്. അഡ്വാൻസ് എമൗണ്ട് 35,200 തന്നെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്യാം. അപ്പോൾ ആ വിവരവും സേവ് ചെയ്തു. പിന്നെ നമുക്ക് ആ ഡോക്യുമെന്റ് അപ്ലോഡ് നമുക്ക് നിർബന്ധമല്ല. ഇവിടെ പിന്നെ സേവ് ബില്ലാണ്. ഡോക്യുമെന്റ് അപ്ലോഡ് ഉണ്ട്, നമ്മളത് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഇവിടെ സേവ് ബില്ല് സേവ് ചെയ്യാം. അപ്പോൾ ബിൽ സേവ്ഡ് സക്സസ്ഫുള്ളി.
റെഡി ടു സെൻഡ് ഫോർ അപ്രൂവൽ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം, ഡീറ്റെയിൽസ് കാണാം. പക്ഷെ നമുക്ക് അപ്രൂവ് ചെയ്ത് പ്രിന്റ് എടുത്തിട്ട് കാര്യമില്ല. എന്നിട്ട് ഇവിടെ ഈ സെൻഡ് ഫോർ അപ്രൂവൽ എന്നൊരു ബട്ടൺ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മളിത് ക്ലിക്ക് ചെയ്യുക, സെൻഡ് ഫോർ അപ്രൂവൽ. ഈ ബില്ല് അപ്രൂവലിന് വേണ്ടി DDO അഡ്മിനിലേക്ക് അപ്രൂവലിന് വേണ്ടി അയച്ചു. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ക്ലർക്ക് ലോഗിനിൽ ചെയ്യാനുള്ളത്. തന്നെ ഇതിന് സൈൻ ഔട്ട് ആവുക. നമ്മൾ ലോഗിൻ ചെയ്യുക. DDO അഡ്മിൻ, നേരത്തെ നമ്മൾ DDO ക്ലർക്കിലാണ് ലോഗിൻ ചെയ്തത്. ഇപ്പോൾ DDO അഡ്മിനിലാണ് ഇനി ലോഗിൻ ചെയ്യേണ്ടത്. നമ്മൾ DDO അഡ്മിനിൽ ലോഗിൻ ചെയ്തു. DDO അഡ്മിനിൽ ഈ മെനു വരുന്നത് ബില്ലിൽ തന്നെ, ബില്ലിന് താഴെ ബില്ല് അപ്രൂവൽ ഉണ്ട്. അപ്രൂവലിൽ ബില്ലല്ല ചെയ്യേണ്ടത്, ബില്ല് അപ്രൂവൽ ആണ് ചെയ്യേണ്ടത്. ബിൽ അപ്രൂവൽ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അയച്ച ബില്ല് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഗോ കൊടുത്തു. അപ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. അഡ്വാൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക, വിവരങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം. അഡ്വാൻസ് ആയിരിക്കണം, ഇത് നിർബന്ധമാണ്. നമ്മൾ അഡ്വാൻസ് ബില്ലാണ് എടുക്കുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യുക. നമുക്കിവിടെ റിമാർക്സ് ഓക്കെ കൊടുക്കുക. പിന്നെ സൈൻ ആൻഡ് അപ്രൂവ്. നമുക്കിത് രണ്ട് രീതിയിൽ സൈൻ ആൻഡ് അപ്രൂവ് ചെയ്യാം. ആ ഒരു ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാം. ഈ ഒരു ഹെഡിൽ അലോട്ട് ചെയ്ത എമൗണ്ട് ഇവിടെ കാണാൻ സാധിച്ചു. ഇത്ര എമൗണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്നെല്ലാം കാര്യങ്ങൾ സാധിച്ചു. ഇനിയിപ്പോൾ നമുക്ക് റിട്ടേൺ ടു മോഡിഫിക്കേഷൻ, എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ, നമുക്കിതിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിൽ തിരിച്ച് നമുക്കിത് റിട്ടേൺ അങ്ങോട്ട് ക്ലർക്കിലോട്ട് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും, ക്ലോസ് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ സൈൻ ആൻഡ് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ രണ്ട് ഓപ്ഷൻസ് ചോദിക്കും. DSC വെച്ച് സൈൻ ചെയ്യണോ അതോ യൂസിങ് ആധാർ OTP, ഈ രണ്ട് രീതിയിൽ നമുക്കിവിടെ സൈൻ ചെയ്യാൻ സാധിക്കും. ഇത് നമുക്കിത് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്റ്റെപ്പ് പൂർത്തിയാവും. നമുക്ക് ബില്ല് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് ഇപ്പോൾ ചെയ്യുന്നില്ല. അത് ചെയ്താൽ നമുക്ക് ബില്ല് അപ്രൂവൽ കഴിഞ്ഞു. ബില്ല് അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വീണ്ടും ബില്ലിലോട്ട് പോവുക. അപ്രൂവ് ചെയ്ത ബിൽ ഇ സബ്മിറ്റ് എടുക്കുക. അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇ സബ്മിറ്റിൽ വരുള്ളൂ. ഇവിടെ നമുക്ക് ഇ സബ്മിറ്റിൽ വരും. ഇവിടെ ഒരു ഇ സബ്മിറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇ സബ്മിറ്റ് ആവും. നമ്മൾ അപ്രൂവ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ ഇ സബ്മിറ്റിലേക്ക് വന്നില്ല. അങ്ങനെ വന്ന ബില്ല് നമുക്ക് അപ്രൂവ് ചെയ്ത് ഇ സബ്മിറ്റിലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം ട്രഷറിയിലോട്ട് ഇതിൽ നിന്നെടുത്ത പ്രിൻ്റ് ഔട്ട്, ബിംസിൽ നിന്ന് കിട്ടിയ പ്രിൻ്റ് ഔട്ട്, ഒപ്പം തന്നെ മാനുവൽ ആയിട്ട് ഒരു പ്രൊസീഡിങ്സ് നമ്മൾ തയ്യാറാക്കണം. ഇതിലിപ്പോൾ TSB അക്കൗണ്ട് അല്ലാത്തത് കൊണ്ട് ഇതിൽ പ്രൊസീഡിങ്സ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടില്ല. നമ്മൾ മുൻപൊക്കെ തയ്യാറാക്കുന്നത് പോലെ മാനുവൽ ആയിട്ട് ഒരു പ്രൊസീഡിങ്സ് ഇങ്ങനെ തയ്യാറാക്കാം. നമ്മുടെ ലെറ്റർ ഹെഡിൽ ഇതിൽ മാറ്റർ വ്യത്യാസം ഉണ്ടാവും. നമ്മളിപ്പോൾ 2024 പരീക്ഷയുടെ PD അക്കൗണ്ടിലേക്ക് മാറുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു മാനുവൽ പ്രൊസീഡിങ്സ് ആണ്. അതിന് പകരമായി ഇതിൽ നമുക്ക് പരീക്ഷയുടെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇവിടെ പരീക്ഷയുടെ അനുവദിച്ച ഉത്തരവ് കൊടുക്കുക. എന്നിട്ട് ഇത് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. ഇത് STSBക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ 3 മാസത്തിനുള്ളിൽ ഇത് സെറ്റിൽ ചെയ്യാമെന്നും നമ്മുടെ ഈ പ്രൊസീഡിങ്സിൽ കൃത്യമായിട്ട് മാനുവൽ പ്രൊസീഡിങ്സ് മിക്ക ട്രഷറികളും ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു മാനുവൽ ആയിട്ടുള്ള ഒരു പ്രൊസീഡിങ്സ് ആണ് നമുക്ക് ഇതോടൊപ്പം സമർപ്പിക്കേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ STSB അക്കൗണ്ടിലോട്ട് ഈ തുക ട്രാൻസ്ഫർ ആവും. ആ ട്രാൻസ്ഫർ ആയതിനു ശേഷം നമ്മൾ 29 തീയതി നമുക്ക് പരീക്ഷ കഴിയും. പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ഈ തുക നമുക്ക് ഇവിടെ STSB അക്കൗണ്ടിൽ നിന്ന് പ്രൊസീഡിങ്സ് വഴി പരീക്ഷയ്ക്ക് വന്ന ടീച്ചർമാർക്കും മറ്റ് ചെലവുകൾക്കും STSB അക്കൗണ്ടിൽ നിന്ന് പ്രൊസീഡിങ്സ് തയ്യാറാക്കി പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അധിക തുക ഉണ്ടെങ്കിൽ ആ പ്രൊസീഡിങ്സ് വഴി തന്നെ നമുക്ക് ഗവൺമെന്റിലോട്ട് തുക തിരിച്ചടയ്ക്കാം. നമ്മൾ അനുവദിച്ച തുകയേക്കാൾ. അപ്പോൾ 35,200 നമുക്ക് അനുവദിച്ചത്, നമുക്ക് 35,000 ചിലവായിട്ടുള്ളൂ. 200 രൂപ ബാലൻസ് ഉണ്ട്. നമുക്കത് പ്രൊസീഡിങ്സ് തയ്യാറാക്കുമ്പോൾ STSB തയ്യാറാക്കുമ്പോൾ നേരിട്ട് അത് ഗവൺമെന്റിലോട്ട് ചലാനടയ്ക്കാൻ സാധിക്കും. അല്ല, നമുക്ക് ഇപ്പോൾ 35,200 അനുവദിച്ചു, നമുക്ക് 40,000 ചിലവായി എന്നുണ്ടെങ്കിൽ ആ 35,200 പ്രൊസീഡിങ്സ് വഴി സെറ്റിൽ ചെയ്യാം. അതിനുശേഷം ആ ഡീറ്റെയിൽസ് ബാലൻസ് ഉള്ള ബില്ലും വൗച്ചറും, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സെറ്റിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബില്ലും വൗച്ചറും പ്രൊസീഡിങ്സ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബില്ലും വൗച്ചറും വേണ്ട. പ്രൊസീഡിങ്സ് വഴി ബെനിഫിഷ്യറി അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ അഡ്വാൻസ് എമൗണ്ട് 35,200 എടുത്തത് സെറ്റിൽമെന്റ് ചെയ്യണം. അതാണ് പലരും വിട്ടുപോകുന്നൊരു കാര്യം. അഡ്വാൻസ് ഏത് ബില്ലെടുത്താലും അത് സെറ്റിൽ ചെയ്യണം. അത് നമ്മൾ ഇതിലെ ഈ പരീക്ഷയ്ക്ക് ശേഷം നമ്മൾ എങ്ങനെയാണ് ഈ സെറ്റിൽമെന്റ് ചെയ്യുക എന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് എടുക്കുന്നതിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്.
ഇനി പരീക്ഷ കഴിഞ്ഞ് പ്രൊസീഡിങ്സ് തയ്യാറാക്കുന്നതും സെറ്റിൽമെന്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്നുള്ള വീഡിയോ പരീക്ഷയ്ക്ക് ശേഷം ഏപ്രിൽ മാസം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പരീക്ഷയ്ക്ക് അഡ്വാൻസ് എടുക്കുക, അത് STSB അക്കൗണ്ടിലേക്ക് ഇടുക, അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അവസാനം ട്രഷറി നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് ട്രഷറി നിയന്ത്രണങ്ങൾ മാർച്ച് മാസങ്ങളിൽ വരാറുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പ്രൊസീഡിങ്സ് തയ്യാറാക്കി ട്രഷറിയിലോട്ട് തുക എല്ലാ പ്രിൻസിപ്പൽമാരും ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.